येन तस्मै श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा माह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथां वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिंधु दीनबंधु जगत्पदे गोपेश गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यः सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് പറയാൻ പോണത് നമ്മള് പ്രദീപ്ന മിശ്രയുടെ രാമാനന്ദ റായുടെയും എങ്ങനെയാണുള്ള ലീലകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷദന്മാരില് സ്വരൂപ് ദാമോദറും രാമാനന്ദ റായും വളരെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരായിരുന്നു. രാമാനന്ദ റായ് എന്ന് പറയുന്നത് അർജുനനും നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. രാമാനന്ദ റായുമായിട്ടുള്ള ഡിസ്കഷൻസ് അത് നമ്മൾ കണ്ടതായിരുന്നു. പിന്നെ പ്രദീപ്ന മിശ്ര എന്നൊരു ഡിവോട്ടി, പുള്ളിക്കാരനെ ജഗന്നാഥ് പുരിയിൽ നിൽക്കുമ്പം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേൾക്കുകയും അദ്വൈതാചാര്യന്റെ വഴിയാണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പുള്ളിക്കാരൻ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലേ ഭഗവാനെ, ഞാൻ വളരെ പതീതനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങയുടെ ശരണം എനിക്ക് സ്വീകരിക്കണം, അങ്ങയുടെ പാദത്തിന്റെ ശരണം സ്വീകരിക്കണം. അങ്ങ് കൃഷ്ണന്റെ കഥ എനിക്ക് നിത്യം കോൺസ്റ്റന്റ്ലി കേട്ടോണ്ടിരിക്കണം എന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് കുറച്ച് കൃഷ്ണകഥ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇത് പ്രദീപ്ന മിശ്രയുടെ അടുത്ത് പറഞ്ഞു, ആക്ച്വലി ഞാൻ ഒരു മാഡ് പേഴ്സൺ, ഭ്രാന്ത് പിടിച്ച ഒരു ഭ്രാന്തനാണ്. ആക്ച്വലി എനിക്ക് കൃഷ്ണനെ കുറിച്ചൊന്നും അറിയത്തില്ല. ആക്ച്വലി കൃഷ്ണനെ കുറിച്ച് അറിയാവുന്നത് രാമാനന്ദ റായിക്കാണ്. ഞാൻ തന്നെ രാമാനന്ദ റായിന്റെ വായിൽ നിന്നാണ് കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും രാമാനന്ദ റായിയുടെ അടുത്ത് പോകണം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൃഷ്ണകഥ പറയാന് രാമാനന്ദ റായ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് മാത്രമല്ല, രാമാനന്ദ റായിയുടെ വായിൽ നിന്നും കൃഷ്ണകഥ കേൾക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കേൾക്കുന്നയാളുടെ ഭാഗ്യമാണ്. കാരണം കൃഷ്ണകഥ കേൾക്കുന്ന ആരുടെ വായിൽ നിന്ന് കേൾക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം നമുക്ക് ഏതൊരു വ്യക്തിയാണോ സ്വന്തം വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് കർത്തവ്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ കർത്തവ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ കൃഷ്ണന്റെ അടുത്ത് രതിയില്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യാതൊരു ഫലവും ഇല്ലാത്ത കർമ്മങ്ങളായിട്ട് മാറുന്നു. നിനക്കിപ്പം കൃഷ്ണകഥ കേൾക്കാൻ താല്പര്യം വന്നു, അത് വളരെ നല്ല സന്തോഷമാണ്. പ്രദീപ്ന മിശ്രന്റെ അടുത്ത് പറഞ്ഞു, രാമാനന്ദ റായുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ പ്രദീപ്ന മിശ്ര നേരെ രാമാനന്ദ റായുടെ അടുത്ത് പോയി. രാമാനന്ദ റായുടെ അടുത്ത് എത്തിയപ്പം അവിടെ ഒരു ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, രാമാനന്ദ റായ് എവിടെയെന്ന് ചോദിച്ചു. അപ്പം രാമാനന്ദ റായുടെ ജോലിക്കാരൻ പറഞ്ഞത്, രാമാനന്ദ റായ് 2 ഡാൻസ് ചെയ്യുന്ന സ്ത്രീകൾ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള യൗവനയുക്തരായിട്ടുള്ള സ്ത്രീകളാണ്. അവരെ ഡാൻസിങ് പഠിപ്പിക്കുകയാണ്. ഡാൻസിങ്ങിന് അവര് കൃഷ്ണന്റെ, ഇപ്പൊ നമുക്കറിയാം ഒഡീസി ഡാൻസിലൊക്കെ ആണെങ്കിൽ കൃഷ്ണന്റെ ലീലകളാണ് കാണിക്കുന്നത്. അപ്പൊ ആ കൃഷ്ണന്റെ ലീലകൾ കാണിക്കുമ്പോൾ ഉള്ള ഭാവവും രസവും അതൊക്കെ പഠിപ്പിക്കുകയാണ് രാമാനന്ദ റായ്. അപ്പം രാമാനന്ദ റായ് ആ സ്ത്രീകളെ ഒരു വീടിന് പുറവശത്തുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിരുന്ന് ടീച്ച് ചെയ്യാണ്. ഡ്രാമ പുള്ളിക്കാരൻ കമ്പോസ് ചെയ്ത ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. കുറച്ചു നേരം ഇവിടെ നിൽക്കും, അദ്ദേഹം ഫ്രീ ആവുമ്പോൾ അദ്ദേഹം വന്ന് കാണുന്നു പറഞ്ഞു.
എന്തൊക്കെയാണോ അത് നിങ്ങളുടെ ആഗ്രഹം അതെല്ലാം പുള്ളിക്കാരൻ ചെയ്യും. പക്ഷെ ഒന്ന് കുറച്ചു നേരം നിൽക്കാൻ പറ്റും. അപ്പൊ പ്രദ്യുമ്ന മിശ്ര അവിടെ തന്നെ ഇരുന്നു. ജോലിക്കാർ പറഞ്ഞ പോലെ ഇരുന്നു. അപ്പം രാമാനന്ദ റായി പോയി. അപ്പം പ്രദ്യുമ്ന മിശ്രയ്ക്ക് സങ്കോചമായി. ഈ രാമാനന്ദ റായി കൃഷ്ണന്റെ ഡിവോട്ടി രണ്ട് സ്ത്രീകളുമായിട്ട്, അതും യൗവനയുക്തയായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട്, ബേസിക്കലി അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലായിരുന്നു ലേബൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിപ്പോഴും പറയുന്നത് ദേവദാസീസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് രാമാനന്ദ റായി എന്താ ചെയ്യുന്നത്? അപ്പം ഉടനെ ആ സെർവന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് നോക്കിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വന്ന് എന്നെ അതേപോലെ പറ, ഞാൻ വന്നെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. ജോലിക്കാരനകത്ത് പോയി നോക്കി എന്താ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, രാമാനന്ദ റായി എണ്ണ എടുത്തിട്ട് സ്ത്രീകളുടെ ശരീരത്ത് പുരട്ടി പിടിപ്പിക്കുകയാണ്. പുരട്ടി പിടിപ്പിച്ചിട്ട് ഫുൾ ശരീരത്തിലും സ്ത്രീകളുടെ ശരീരത്തിൽ പുരട്ടി പിടിപ്പിച്ച് മസാജ് ചെയ്തിട്ട് അതിനുശേഷം കുളിപ്പിച്ചിട്ട് പെണ്ണുങ്ങളെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്ത്, സ്വന്തം കൈ കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത്, അതിനുശേഷം നാട്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമാനന്ദ റായിയുടെ ഈ ഒരു ഇങ്ങനെ പ്രവൃത്തി പ്രദ്യുമ്ന കേട്ടപ്പോഴത്തേക്ക്, ഇവിടെ നിൽക്കുന്നത് ഇയാളുടെ അടുത്ത് നിന്ന് കൃഷ്ണകഥ കേൾക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. ഇത് ശരിയാണോ? ഇയാള് അത് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു ഒരു കൂടി പറഞ്ഞു, ആരുടെ വായിൽ നിന്നും കൃഷ്ണകഥ കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത് രണ്ടും കൂടെ മാരി ചെയ്യുന്നില്ലല്ലോ, ഇത് രണ്ടും കൂടെ കറക്റ്റായിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്തായാലും ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് പ്രദ്യുമ്ന മിശ്ര അവിടെ തന്നെ ഇരുന്നു, പോയില്ല. പകരം രാമാനന്ദ റായി എപ്പോഴാണോ സ്ത്രീകളെയൊക്കെ അവരെ വിട്ടതിന് ശേഷം വന്നത്, ആ സമയത്ത് പ്രദ്യുമ്ന മിശ്രയെ കണ്ടു. അപ്പൊ പറഞ്ഞു, അയ്യോ, അങ്ങ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നെ ആരും അറിയിച്ചില്ല അങ്ങ് ഇവിടെ ഇരിപ്പുണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്നേനെ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ അയച്ചുകൊണ്ട് വന്നപ്പം പ്രദ്യുമ്ന മിശ്ര പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് അങ്ങേ കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഞാൻ അങ്ങേ കണ്ടിട്ട് ജസ്റ്റ് മുഖത്തിലേക്ക് അങ്ങ് പറഞ്ഞു, അങ്ങേ കണ്ടതോടുകൂടി ഞാൻ തന്നെ പ്യൂരിഫൈഡ് ആയി. അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്ന, ജസ്റ്റ് ഒന്ന് ഹായ് ബൈ പറഞ്ഞിട്ട് പോകാനായിരുന്നു. എന്നിട്ട് പോയി, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രാമാനന്ദരായുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ആയപ്പോ ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രയെ കണ്ടു. പ്രദ്യുമ്ന മിശ്രയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി, രാമാനന്ദ റായിയുടെ അടുത്ത് കൃഷ്ണന്റെ കഥ കേട്ടോ എന്ന് ചോദിച്ചു. പ്രദ്യുമ്ന മിശ്ര പറഞ്ഞു, അവിടെ നടന്ന എല്ലാം പറഞ്ഞു. പുള്ളിക്കാരന്റെ സംഘവും, അതായത് പ്രദ്യുമ്ന മിശ്ര പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കുമ്പോൾ രാമാനന്ദ റായി പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് അകത്ത് പോയിട്ട് നഗ്നരാക്കി എണ്ണ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടിയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ശൃംഗാര രസങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോ എനിക്ക് പിന്നെ കൃഷ്ണകഥ പുള്ളിക്കാരൻ്റെ കേൾക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. പ്രദ്യുമ്ന മിശ്ര ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു തന്റെ ഡിവോട്ടീസിനെ ഗ്ലോറിഫൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും കളയാറില്ല. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാനൊരു സന്യാസിയാണ്, ഞാന് സർവ പരിത്യാഗിയാണ്, പക്ഷേ ഞാന് പെണ്ണുങ്ങളുടെ സംസാരിക്കുന്ന പോട്ട് ജസ്റ്റ് ഒരു പെണ്ണിന്റെ പേര് കേട്ടാൽ പോലും എന്റെ മനസ്സും ശരീരവും വ്യത്യാസം ഉണ്ടാകും. ഒരു പെണ്ണിന്റെ ഇതില് ഭാവത്തില് ആരുടെ മനസ്സാണ് ചഞ്ചലമാവാത്തത്? പക്ഷേ രാമാനന്ദ റായിയുടെ കാര്യത്തില് രാമാനന്ദ റായി ഇത്രയും അതിശയമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാലിറ്റിയാണ്. പുള്ളിക്കാരന്റെ നീ ഇപ്പൊ പറഞ്ഞ പോലെ രണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസിങ് ഗേൾസ് ആണ് അവിടെ വന്നത്. അവരുടെ അടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, യൗവനയുക്തയാണ്, ഇതെല്ലാം ഉണ്ട്. എന്നാലും ഈ രാമാനന്ദ റായിയുടെ മനസ്സിൽ യാതൊരു ഭാവവും ഇല്ല. എന്റെ മനസ്സിൽ ഭാവം ഉണ്ടാവാം, പക്ഷെ രാമാനന്ദ റായിയുടെ മനസ്സിൽ യാതൊരു ഭാവം ഇല്ല എന്ന് എനിക്കറിയാം. പുള്ളിക്കാരൻ പെണ്ണുങ്ങളെ മസാജ് ചെയ്യിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴും പുള്ളിക്കാരൻ ആ പെണ്ണുങ്ങളുടെ പ്രൈവറ്റ് പാർട്ടി തൊടുന്നുണ്ടായിരിക്കാം. പക്ഷേ പുള്ളിക്കാരന്റെ മനസ്സിൽ ഒരു
തടിയെയോ ഒരു കല്ലിനെയോ സ്പർശിക്കുന്ന പോലെയോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് യാതൊരു മനസ്സിന് ചാഞ്ചല്യവും ഇല്ല. ഇങ്ങനെയുള്ള പ്രവൃത്തി രാമാനന്ദ റായിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ്, അല്ല സോറി, അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടും, പുള്ളിക്കാരന്റെ ശരീരം തന്നെ ആത്മീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് പുള്ളിക്കാരന് മാത്രമേ പുള്ളിക്കാരന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റൂ. ശ്രീമദ് ഭാഗവതം പോലും ഇതിന് എവിഡൻസ് തരുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഏതൊരു വ്യക്തിയാണോ വളരെ ഭയങ്കര വിശ്വാസത്തോടെ, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടെ ശ്രീകൃഷ്ണന്റെ പാസ്റ്റ് ടൈംസ്, രാസലീല പോലുള്ള പാസ്റ്റ് ടൈംസ് കേൾക്കുന്നത്, അതായത് എന്താണ് നടക്കുന്നത്, രാസലീലയിൽ നടക്കുന്നത് എന്താ, കൃഷ്ണനും ഗോപിമാരുമായിട്ടുള്ള ഇടപാടാണ്. അതിനെ നമ്മൾ ഭൗതികമായിട്ട് പറയുന്നത് ലസ്റ്റാണ് അവിടെ നടത്തുന്നതെന്ന് ഭൗതികമായിട്ടുള്ള ആൾക്കാർ വാഗ്വാദം ചെയ്യും. അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും അങ്ങനെയുള്ള ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വിശ്വാസത്തോടെ, ഒരു ഭക്തിയോടെ, പ്രേമഭക്തിയോടെ ഒരു വ്യക്തി പഠിക്കുകയാണെങ്കിൽ, ആ രാസലീല പഠിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിലുള്ള ലസ്റ്റിവിറ്റി, കാമക്രോധ ലോഭമോഹാദികൾ എല്ലാം തന്നെ ഇല്ലാതാവും. അപ്പം ഇതാണ്, അങ്ങനെ ഇല്ലാതായി പുള്ളിക്കാരന് ആ വ്യക്തി, ഏത് വ്യക്തിയാണോ പഠിക്കുന്നത് ആ വ്യക്തി സോബറാവും, അതായത് വളരെ ശാന്ത സ്വഭാവത്തിലായി. ഭഗവാൻ കൃഷ്ണന്റെ മധുര്യമായിട്ടുള്ള ലീലകള് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തിക്ക് 24 മണിക്കൂർ തികയാതാവുന്നു കൃഷ്ണന്റെ ലീലകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി കേൾക്കുന്നത് എന്താണ്, കൃഷ്ണനും ഗോപീസുമായിട്ടുള്ള ലീലകൾ. പക്ഷേ പുള്ളിക്കാരന്റെ മനസ്സിൽ നിന്ന് കാമം അപ്രത്യക്ഷമാകും. ഇത് തന്നെ എന്നിട്ട് ചൈതന്യ മഹാപ്രഭു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്ജെൻഡന്റലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി രൂപഗോസ്വാമിയുടെ പദ്ധതിയിൽ കേൾക്കുകയും കൃഷ്ണകഥ കേൾക്കുകയും കൃഷ്ണകഥ സംസാരിക്കുകയും, രാസലീലയാണ് സംസാരിക്കുന്നതെങ്കിലും കൃഷ്ണനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ പുള്ളിക്കാരന്റെ മനസ്സിൽ കൃഷ്ണനല്ലാതെ രാത്രിയും പകലും വേറെ ആരും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ റിസൾട്ട് എന്ത് പറയാനാണ്? അയാള് തീർച്ചയായിട്ടും സ്പിരിച്വലായി മാറി കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് ഭൗതിക ശരീരം ഉണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ഭൗതിക ശരീരവും ആത്മീയമായി മാറി. അതിനെ എനിക്ക് ഭാഗവതത്തിൽ നിന്ന് തന്നെ ശ്ലോകം പുള്ളിക്കാരൻ ഉച്ചരിച്ച് ആ ഭാഗവതം കോട്ട് ചെയ്ത് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഈ കൃഷ്ണന്റെ രാസലീലയെ കുറിച്ച്. ശ്രീരാമാനന്ദറായെ കുറിച്ച് പുള്ളിക്കാരൻ വീണ്ടും പറഞ്ഞു, ശ്രീരാമാനന്ദറായി ഭഗവാന്റെ ഏറ്റവും വലിയ പരമഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഈ മനസ്സ് ഒരു പെണ്ണിന്റെ എന്താ പറയണ ശരീരത്തിൽ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വികാരവും ഇല്ല, നിർവികാരനായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നീ അവന്റെ അടുത്ത് തന്നെ പോയി വീണ്ടും കൃഷ്ണകഥ കേൾക്കൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കൂ. നിനക്ക് ഞാനാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞിട്ടാണ് നീ കൃഷ്ണകഥ, രാമാനന്ദറായിന്റെ കൃഷ്ണകഥ കേൾക്കാൻ വന്നേക്കുന്നതെന്ന് നീ ധൈര്യമായിട്ട് പറഞ്ഞു. അതും അല്ല, നീ ഫസ്റ്റ് ചെയ്തത്, നീ തിരിച്ചു വന്നത് ഒരു അപരാധം തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി രാമാനന്ദറായിയുടെ അടുത്ത് കേൾക്കണം. അങ്ങനെ പ്രദ്യുമ്ന മിശ്രയെ ചൈതന്യ മഹാപ്രഭു തള്ളി വിടുക ചെയ്യുന്നത് രാമാനന്ദറായിയുടെ അടുത്ത് പോയി കേൾക്കാൻ. രാമാനന്ദറായിയുടെ അടുത്തെത്തി. രാമാനന്ദറായിയുടെ അടുത്ത് എത്തിയിട്ട് പ്രദ്യുമ്ന മിശ്ര ഡയറക്റ്റായിട്ട് ഇപ്രാവശ്യം പറഞ്ഞു, എന്നെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു വിട്ടേക്കാണ് കൃഷ്ണകഥ അങ്ങയുടെ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടതോടുകൂടി രാമാനന്ദറായി വളരെ സന്തോഷപ്പെട്ടു. ഓ വാവ്. എന്നിട്ട് അങ്ങോട്ട് കൃഷ്ണന്റെ കഥകൾ പറയാൻ തുടങ്ങി. ഇപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞതിന്റെ ഇൻസ്ട്രക്ഷൻ കൊണ്ടാണ് നീ അങ്ങ് ഇവിടെ വന്നിരിക്കുന്ന കൃഷ്ണകഥ കേൾക്കാൻ. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് എനിക്ക് കിട്ടാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ചോണ്ട് ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള പ്ലേസിൽ വേറെ ആരുമില്ല, രാമാനന്ദറായും പ്രദ്യുമ്ന മിശ്രയും മാത്രമേ ഉള്ളൂ, ജോലിക്കാരെയും അകത്ത് വിട്ടില്ല. എന്നിട്ട് ചോദിച്ചു എന്ത് കൃഷ്ണകഥയാണ് കേൾക്കേണ്ടത്. അപ്പൊ പ്രദ്യുമ്ന മിശ്ര പറഞ്ഞു, എന്ത് ടോപ്പിക്കാണോ അങ്ങ് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് നഗരത്തിൽ വെച്ച് പറഞ്ഞത് അത് പറയും. അപ്പൊ ഉടനെ പറഞ്ഞു, അങ്ങ് ചൈതന്യ മഹാപ്രഭുവിനെ ഇൻസ്ട്രക്ട് ചെയ്തയാളാണ്,
അത് ഞാനൊരു വെറും തെണ്ടിയായിട്ടുള്ള ഒരു ബ്രാഹ്മണന്. അപ്പൊ എനിക്ക് ഒരു ഫ്രീ ചോയ്സ് ഇല്ല. അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കും എന്ന് പറഞ്ഞു. ഉം. എന്താ പറയേണ്ടത്, എന്താ ചോദിക്കേണ്ടത്, എന്താ എന്റെ നല്ലത്, എന്താ എന്റെ ചീത്ത, ഇതുപോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ എന്റെ മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്താണോ നല്ലത് അത് അങ്ങ് പറയാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാം പ്രദ്യുമ്ന മിശ്രയുടെ വിനയം. ഈ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ചലഞ്ചിങ് മെന്റാലിറ്റി, ഓക്കെ എനിക്കറിയാം, ഈ ഇപ്പൊ പ്രഭു മാതാജി പറയാൻ പോണതിനെക്കാട്ടിലും എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ വളരെ വിനീതനായിട്ട് ആണ് ഇവിടെ പ്രദ്യുമ്ന മിശ്ര സംസാരിക്കുന്നത്. അതിനുശേഷം രാമാനന്ദ റായ് കൃഷ്ണന്റെ ടോപ്പിക്സിനെ കുറിച്ച് പറയാൻ തുടങ്ങി. കൃഷ്ണന്റെ കഥയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കഥകൾ അല്ല, കടലിലെ തിരമാലയെ പോലെയാണ്. കടലിലെ തിരമാല അവസാനിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ കൃഷ്ണന്റെ കഥ രാമാനന്ദറായി അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ മധുരിമയും കൂടി ഇവർ രണ്ടുപേരും അങ്ങ് കൃഷ്ണ കോൺഷ്യസിൽ ആറാടി കളിക്കാൻ തുടങ്ങി. ഇവന് രാവിലെ കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പൊ ഉടനെ പിന്നെ സെർവൻസ് കഥവ് തുറന്ന് അകത്ത് കയറി. എന്നിട്ട് പറഞ്ഞു ഫുൾ ഡേ കഴിഞ്ഞു, സന്ധ്യയായി കഴിഞ്ഞു, സന്ധ്യയിലെ രാത്രിയായി കഴിഞ്ഞു, ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യും, ഇപ്പൊ തിരി എന്നുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അപ്പം സെർവന്റിന് എന്താണെന്ന് വെച്ചാൽ രാമാനന്ദറായി ഇതുവരെയും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട്. അപ്പം പറഞ്ഞ രാമാനന്ദറായി ഇതുവരെയും കഴിച്ചിട്ട് പോലും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുറക്കേണ്ടി വന്നത്. ആ കഥ തുറന്നപ്പോഴത്തേക്ക് രാമാനന്ദറായി ഡിസ്കോസ് നിർത്തി. അതിനുശേഷം രാമാനന്ദറായെ കൊണ്ട് സെർവൻസ് കൊണ്ടുപോയി ആഹാരം കഴിപ്പിക്കാൻ നിർബന്ധിച്ചു കൊണ്ടുപോയി. രാമാനന്ദറായി പ്രദ്യുമ്ന മിശ്രയ്ക്ക് ബൈ ബൈ പറഞ്ഞിട്ട് പ്രദ്യുമ്ന മിശ്രയാണെങ്കിൽ ഇനി സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. എന്താ ഇവിടെ നടന്നത്, എന്താ ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞതെന്നുള്ള രീതിയിൽ. അതിനുശേഷം പറഞ്ഞു, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയി, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയേക്കുന്നത് ഇത് കേട്ടതാണ്. പ്രദ്യുമ്ന മിശ്ര വീട്ടിൽ ചെന്നു. വീട്ടിൽ പോകുന്ന വഴിക്കും കൃഷ്ണന്റെ ആ ലീലകളിൽ ഇങ്ങനെ മുഴുകിയ പോണേ. പോയി കഴിച്ചു, ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വളരെ രാത്രിയായി. ഓടി ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞ ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നത്, കൃഷ്ണകഥ കേട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ വളരെ സന്തോഷത്തോടെ ചൈതന്യ മഹാപ്രഭു എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലയോ ചൈതന്യ മഹാപ്രഭു, ഞാൻ അങ്ങേ അടുത്ത് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം അങ്ങ് എന്നെ കൃഷ്ണകഥയുടെ പാരമ്യതയില്, അതിന്റെ സാഗരത്തിന്റെ പാരമ്യതയിൽ, അതിന്റെ കൃഷ്ണ അവബോധത്തിന്റെ പാരമ്യതയിൽ എന്നെ മുക്കിയെടുക്കുക ചെയ്തത്. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് രാമാനന്ദ റായ് പറഞ്ഞത്, ഈ ഞാൻ പറയുന്ന സംസാരത്തിൽ ഞാനാണ് സ്പീക്കർ അല്ലെങ്കിൽ ഞാനാണ് വക്താവ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ ഞാൻ എന്തെല്ലാം സംസാരിക്കുന്നുണ്ടോ അതെല്ലാം ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവാണ് സംസാരിക്കുന്നത്. ഞാനൊരു വീണയെ പോലെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെ പോലെ ജസ്റ്റ് ഒരു വീണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. അദ്ദേഹമാണ് എന്റെ വായിലൂടെ സംസാരിക്കുന്നത്. പക്ഷേ ലോകത്തുള്ള ആൾക്കാർ ഞാൻ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാനാണ് സ്പീക്കർ എന്നാണ്, വക്താവാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, രാമാനന്ദ റായിയുടെ ഞാൻ ആ കഥ കേട്ടതോടുകൂടി കൃഷ്ണന്റെ കഥ കേൾക്കാനുള്ള രുചി എനിക്ക് 10 മടങ്ങ് കൂടുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് കാണിച്ചു തന്നതോടുകൂടി തന്നെ ഞാൻ അങ്ങേ അടുത്ത് പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കുന്നു. ഇത് ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് ഉറക്കെ പ്രഖ്യാപിച്ചു, രാമാനന്ദ റായ് എന്ന് പറയുന്നത് വിനയത്തിന്റെ ഒരു ഖനിയാണ്. അദ്ദേഹം അതുകൊണ്ടാണ് അതിന്റെ ക്രെഡിറ്റ് സ്വയം എടുക്കാതെ എനിക്ക് തന്നത്. പക്ഷെ ഇത് ഒരു ഭക്തനായിട്ടുള്ള ഒരു ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന ആൾക്ക് ഉള്ള ഗുണമാണ്. അവരുടെ ഗുണങ്ങൾ പറയത്തില്ല, മറ്റുള്ളവരുടെ ഗുണമേ പറയും. പക്ഷെ ആക്ച്വലി രാമാനന്ദ റായിയുടെ ഒരു കണിക പോലും ഭക്തി എനിക്കില്ല എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. രാമാനന്ദ റായി ഒരു ഹൗസ് ഹോൾഡറാണ്. ആ സമയത്ത് പോലും, അതായത് ഗൃഹസ്ഥനായിട്ട് എന്നിട്ട് പോലും തന്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനെ വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് പുള്ളിക്കാരൻ വളരെ ഒരു എന്താ പറയുക, മൈസറായിട്ടും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓരോ ചെല്ലു പൈസയ്ക്കും കണക്ക് പറയുന്നയാളാണ്. പക്ഷേ പുള്ളിക്കാരൻ ആക്ച്വലി സന്യാസികളെക്കാട്ടിലും ഉയർന്ന പദവിയിൽ നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് ഇത്
ലോകത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ആക്ച്വലി രാമാനന്ദ റായിയുടെ അടുത്തിട്ട് പ്രദ്യുമ്ന മിശ്രയെ വിട്ടത് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്, കൃഷ്ണ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു വീണ്ടും പല ദിവസവും രാമാനന്ദ റായിയുടെ അടുത്ത് പോവുകയും കഥ കേൾക്കുകയും. ഇപ്പം രാമാനന്ദ റായിക്ക് ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും സമാധാനം തരുന്ന രണ്ട് വ്യക്തികളിൽ ഒന്ന് രാമാനന്ദ റായിയും ഒന്ന് സ്വരൂപ് ദാമോദറുമായിരുന്നു. ഇതിനുശേഷം എന്താ പറയാ പിന്നെ വരുന്നത് അപ്പൊ ഡിവോട്ടീസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ജഗന്നാഥ് പുരിയിൽ. അപ്പൊ അവര് പല ഡിവോട്ടീസും അവരവരുടെ കഥകളും അവരവരുടെ കൃതികൾ, അതായത് പോയംസും എല്ലാം എഴുതിയിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കേൾപ്പിക്കാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പല കൃതികൾക്കും പല ദോഷങ്ങളുണ്ട്. കൃഷ്ണനെ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് പല ദോഷങ്ങളുണ്ട്. പക്ഷെ അത് കാരണം തന്നെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും കൃതി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ സ്വരൂപ് ദാമോദർ വഴി വരണം. സ്വരൂപ് ദാമോദർ ഓതറൈസ് ചെയ്താൽ മാത്രമേ ഞാൻ അത് കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, ബംഗാളിൽ നിന്ന് വന്നയാള്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഒരു ഡ്രാമ എഴുതി. എന്നിട്ട് അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തെത്തി, ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തെത്തി. അപ്പൊ ഈ ബ്രാഹ്മണനാണെങ്കിൽ ഭഗവാൻ ആചാര്യ എന്നുള്ള ഒരു ഡിവോട്ടിയുടെ പരിചയക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആചാര്യയെ കണ്ടതിന് ശേഷമാണ് ഭഗവാൻ ആചാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഭഗവാൻ ആചാര്യയുടെ അടുത്ത് നിർബന്ധിച്ചു ആ വ്യക്തി, ഞാൻ എഴുതിയ കഥ കേൾക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കുറെ ഡിവോട്ടീസ് ചേർന്നിട്ട് ഭഗവാൻ ആചാര്യ കേൾക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കേട്ടതിന് ശേഷം, ഡ്രാമ കേട്ടതിന് ശേഷം മറ്റുള്ള വൈഷ്ണവരെല്ലാം പറഞ്ഞു വളരെ നല്ലതായി, വളരെ നല്ലതായി, ഇത് ചൈതന്യ മഹാപ്രഭു കേൾക്കണം, തീർച്ചയായിട്ടും കേട്ടേ പറ്റുന്നു. ഉടനെ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് കേൾക്കണമെങ്കിൽ ഫസ്റ്റ് സ്വരൂപ് ദാമോദർ കേൾക്കണം. അപ്പൊ സ്വരൂപ് ദാമോദർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ചൈതന്യ മഹാപ്രഭു കേൾക്കൂ. ആ ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഭഗവാനാചാര്യ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്വരൂപ് ദാമോദറിന്റെ അടുത്ത് പറഞ്ഞു. ഒരു നല്ലൊരു ബ്രാഹ്മണൻ, ഒരു നല്ലൊരു ഭക്തനാണ്. പുള്ളിക്കാരൻ ഒരു ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചൊരു കഥ ഡ്രാമ എഴുതിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു, കേൾക്കൂ. സ്വരൂപ് ദാമോദർ പറഞ്ഞു, ആക്ച്വലി ഭഗവാൻ ആചാര്യ, നീ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനാണ്. നിനക്ക് എന്ത് തരത്തിലുള്ള പോയട്രിയും കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതിപ്പോ ഇത് കേട്ടപ്പം നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്കാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പാട്ടുകളാണ് കേൾക്കുന്നതെന്ന് ആലോചിക്കുക. സിനിമാ പാട്ടായാലും എന്തെല്ലാം പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ നമ്മൾ ഇവരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വളരെ വളരെ മോശം. പുള്ളിക്കാരൻ തന്നെ സ്വരൂപ് ദാമോദർ ഭഗവാൻ ആചാര്യ അടുത്ത് പറയണേ, നിനക്ക് പല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് സോ കോൾഡ് പോയറ്റിനെ, ഒരു പോയറ്റായിട്ട് സ്വയം പറയുന്ന ആളെ വിളിച്ചുകൊണ്ട്, അതായത് ഭക്തിയുടെ രസങ്ങളെ കുറിച്ച് പൂർണ്ണ വിവരമില്ലാത്ത ഏതൊരു വ്യക്തി എഴുതിയാലും അതില് വൈരുദ്ധ്യം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഭക്തിയുടെ ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത കാര്യം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന്. അപ്പം എന്നിട്ട് പിന്നെ സ്വരൂപ് ദാമോദർ പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽപാദം സ്വീകരിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കി, എങ്ങനെയാണോ ഗ്രാമറൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, എങ്ങനെയാണോ രൂപ ഗോസ്വാമി ഡ്രാമ എഴുതുന്നതിന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നത്, അതനുസരിച്ച് അതിനെ പിന്തുടർന്ന് എഴുതുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായിട്ട് നല്ലൊരു ഡ്രാമ എഴുതാൻ പറ്റൂ. ഇതെല്ലാം ഇങ്ങനെ സ്വരൂപ് ദാമോദർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ ആചാര്യ പറഞ്ഞു, പക്ഷെ ഒരിക്കൽ ഒന്ന് കേട്ട് നോക്കൂ, കേട്ട് നോക്കിയിട്ട് പിന്നെ ചീത്തയാണോ നല്ലതാണോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ ആചാര്യ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂസ്ലി 2-3 ദിവസം ഇങ്ങനെ സ്വരൂപ് ദാമോദറിന്റെ പുറകെ നടന്നിട്ട് ഒന്ന് കേൾക്കൂ. അപ്പൊ സ്വരൂപ് ദാമോദർ അവസാനം ഓക്കെ ശരി ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പം ഉടനെ തന്നെ ആ പോയറ്റ് വിളിച്ച് വായിക്കാൻ തുടങ്ങി. അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഒരു ഗോൾഡൻ കംപ്ലക്ഷൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ജഗന്നാഥന്റെ പ്രാണനായിട്ട് മാറി, ആത്മപ്രാണമായിട്ട് മാറിയിരിക്കുന്നു. എങ്ങനെയുള്ള ജഗന്നാഥന്റെ, നല്ല വിടർന്ന കണ്ണുകളുള്ള ജഗന്നാഥന്റെ പ്രാണനായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ ജഗന്നാഥ് പുരിയിൽ വന്ന്
ജീവന് അല്ല, മെറ്റീരിയൽ പ്രകൃതിക്ക്, മെറ്റീരിയൽ ജഡപ്രകൃതിക്ക് ജീവൻ വെച്ച് കൊടുക്കുക ചെയ്തത്. അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭു നിനക്ക് എല്ലാ വരങ്ങളും തരട്ടെ എന്നുള്ള ഫസ്റ്റ് വേഴ്സ് വായിച്ചു. ഇതെല്ലാം കേട്ടിട്ട് ബാക്കി എല്ലാവരും സന്തോഷമായിട്ട്, ഭയങ്കര സന്തോഷമായി, ജയ് ജയ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്വരൂപ് ദാമോദർ പറഞ്ഞു, വെയിറ്റ്, അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ജഗന്നാഥ് പോയിട്ട് പറഞ്ഞു, ഇത് ജഗന്നാഥിന് വളരെ സുന്ദരമായിട്ടുള്ള ശരീരമുണ്ട്. ചൈതന്യ മഹാപ്രഭു ആണ് ആ ശരീരത്തിന്റെ ഉടമ എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു ഇവിടെ നീലാചലത്തിൽ ജഡപ്രകൃതിയെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചേക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി എല്ലാവരും സന്തോഷമായി. പക്ഷെ സ്വരൂപ് ദാമോദർ വളരെയധികം അൺഹാപ്പി, ഭയങ്കര ദേഷ്യത്തിലായി പറയും, നീ എന്താ ഈ പറയണത്, നീ ഒരു മഠയൻ തന്നെയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ ഈ ചെയ്തതോടുകൂടി നിന്നിൽ തന്നെ അശുഭമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക ചെയ്തത്, നിന്റെ കർമ്മം കാരണം. ഒന്ന് ആലോചിച്ച് നോക്കും, നിനക്ക് ഒരു വിവരവും ഇല്ല. 2 തരത്തിലുള്ള ലോഡ് ഉണ്ടെന്ന്, ജഗന്നാഥനും ചൈതന്യ മഹാപ്രഭു. ഇവർ രണ്ടിൽ നിനക്ക് വിശ്വാസവും ഇല്ല. ലോർഡ് ജഗന്നാഥ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആണ്. അദ്ദേഹത്തിന്റെ ഫുൾ ഓഫ് ട്രാൻസെൻഡന്റ് ബ്ലിസ്, അതായത് ആത്മീയമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബ്ലിസ്സിലാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ നീ ഒരു ഡൽ ഡിസ്ട്രക്റ്റീവ് ബോഡി ആയിട്ടുള്ള ഇനേർട്ട് എനർജി ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ചൈതന്യ മഹാപ്രഭു ആക്ച്വലി നമുക്കറിയാൻ അറിയാനുള്ള സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഫുൾ ഒപ്പുലൻസസും എല്ലാ ഷഡ് ഐശ്വര്യങ്ങളും പൂർണ്ണതയിലുണ്ട്. അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭുവിനെ നീ ഒരു സാധാരണ ലിവിങ് എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ആത്മാവും ശരീരവും വ്യത്യാസമാണ് എന്നുള്ള രീതിയിൽ നീ ഉപമിച്ചിരിക്കുന്നു. അദ്ദേഹം ഭഗവാനാണ്, സുപ്രീമാണ്, അബ്സല്യൂട്ട് ആണ്. അതായത് അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹം തമ്മിൽ യാതൊരു ഭിന്നവും ഇല്ല എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ഒരു സ്പാർക്കായിട്ട്, ഒരു സാധാരണ നമ്മുടെ ജീവാത്മാവിന്റെ പോലെ ഒരു സ്പാർക്ക് ആണെന്ന് നീ കൺസിഡർ ചെയ്യും. അത് മാത്രമല്ല, നീ ആക്ച്വലി ജഗന്നാഥനും ചൈതന്യ മഹാപ്രഭുവിനും എഗെയിൻസ്റ്റ് നീ ഒഫൻസാണ് ചെയ്തേക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു അപരാധം ചെയ്തുകൊണ്ട് നീ തീർച്ചയായിട്ടും നരകത്തിൽ പോകും. അതുകൊണ്ട്, കാരണം നിനക്കറിയത്തില്ല അബ്സല്യൂട്ട് ട്രൂത്ത് എന്താണെന്ന്, എന്നാൽ നീ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ നിനക്ക് അറിഞ്ഞേണ്ടാത്ത കാര്യത്തെ നീ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി തന്നെ നിന്റെ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വഴക്കൊള്ളാൻ തുടങ്ങി. എന്നിട്ട് ബേസിക്കലി പറഞ്ഞത്, ആത്മാവും ശരീരവും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന് വ്യത്യാസമില്ല, ജഗന്നാഥിന് ഭഗവാന് വ്യത്യാസമില്ല എന്നുള്ളത്. ഇത് കേട്ടത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തതിന് ശേഷം നല്ല ചാസ്റ്റൈസ്മെന്റ് കൊടുത്തു ഈ ബംഗാളിന്. അപ്പൊ ബംഗാളി പോയിന്റ് ഇത് കേട്ടതോടുകൂടി വളരെയധികം ലജ്ജയിലായി. അതുമാത്രമല്ല പേടിയുമായി. ഞാനിപ്പോ ചെയ്തതോടുകൂടി ഇനിയിപ്പോ നരകത്തിൽ പോകാനുള്ള വഴിയെ തുറന്നേ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇത് ഇങ്ങനെ മനസ്സ് മാറി എന്ന് കണ്ടപ്പോ സ്വരൂപ് ദാമോദർ പറഞ്ഞു, സ്വരൂപ് ദാമോദർ ഡിവോട്ടിയാണ്, വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇനി നിനക്ക് ശ്രീമദ് ഭാഗവതം മനസ്സിലാകണമെങ്കിൽ ഫസ്റ്റ് നീ ഒരു സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള വൈഷ്ണവന്റെ അടുത്ത് പോകണം. എന്നിട്ട് അദ്ദേഹത്തിന് നീ കേൾക്കണം. അങ്ങനെ കിട്ടും. അങ്ങനെ കേൾക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലില് ആശ്രയം നിനക്ക് കിട്ടും. നീ ഒരു ചെയ്യും, നീ റെഗുലർലി വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയുള്ള വൈഷ്ണവരായിട്ട് നീ അസോസിയേറ്റ് ചെയ്യും. അപ്പോഴേ നിനക്ക് ഭഗവത് ഭക്തിയുടെ രസങ്ങൾ മനസ്സിലാവും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു പറയുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ നിനക്ക് ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിനക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും കൃഷ്ണനെ കുറിച്ച്. അങ്ങനെ നീ ആ സമയത്ത് കൃഷ്ണന്റെ അവബോധത്തിൽ നീ എഴുതുമ്പോൾ കൃഷ്ണന്റെ എടുത്ത് നീ അപരാധം ചെയ്യുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ കണ്ടാമിനേഷൻ വെച്ച് നീ ചെയ്ത് കഴിഞ്ഞാൽ അപരാധമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നിനക്ക് എന്ത് വേണമെങ്കിലും നിനക്ക് എഴുതി കഴിഞ്ഞാൽ നീ പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്നു പറഞ്ഞു. ഇപ്പൊ നീ ഇൻട്രഡക്ടറി വേസ്റ്റ് തന്നെ നിന്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്തു, പക്ഷേ അതിന്റെ അർത്ഥം അത് ആക്ച്വലി ജഗന്നാഥനും ചൈതന്യ മഹാപ്രഭുവിനും ഒഫൻസീവ് ആണ് ഇരിക്കുന്നത്. നമ്മള്
ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു. അതായത് ഉദാഹരണത്തിന് ഈവൻ നമുക്കറിയാം പല പ്രാവശ്യവും ഇന്ദിരാരി എന്നുള്ള ഒബ്ജക്ട് ആ സമുദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇന്ദ്രശത്രു എന്നുള്ള ആ വേർഡ്, അതായത് വൃത്രാസുരന്റെ കേസിൽ ത്വഷ്ടൻ ഓഫർ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രശത്രു എന്നുള്ളതിനെ ദീർഘത്തിൽ പറഞ്ഞതോടുകൂടി അത് ഇന്ദ്രൻ ആരുടെ ശത്രു ആവുന്നു? അവരുടെ ആയി. ഇന്ദ്രന്റെ ശത്രുവിന് വേണ്ടി ചെയ്ത യജ്ഞത്തിന് ഇന്ദ്രൻ ആരുടെ ശത്രുവോ അവരുടെ, അങ്ങനെ ആയി മാറി, അർത്ഥം മാറി. ഇതേപോലെ തന്നെ പല ഇൻസ്റ്റൻസസ് സ്വരൂപ് ദാമോദർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ജരാസന്ധൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞത്, ജരാസന്ധൻ കൃഷ്ണനെ കുറിച്ച് ചീത്ത വിളിക്കുന്നുണ്ട്, നീ പുരുഷ അധമനാണെന്ന്. പക്ഷെ അതിനെ മദർ സരസ്വതി എടുത്തത് എന്താണ്? പുരുഷാധമ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിഫൈൻ ചെയ്ത് തന്നത് പുരുഷോത്തമൻ. ഇതേപോലെ ഇന്ദ്രനെ ഇതുപോലെ ശിശുപാലൻ കൃഷ്ണനെ 101 പ്രാവശ്യം ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഓരോരുത്തർക്കും മനസ്സ് സരസ്വതി സ്വീകരിച്ചത് അതിനെ ഓരോന്നും 101 പ്രാവശ്യം കൃഷ്ണനെ ചീത്ത വിളിക്കുന്നതിനെ ഓരോന്നും മാറ്റി അത് കൃഷ്ണന്റെ അഭിഷേകമായിട്ട് മാറി. അതുപോലെ മദർ സരസ്വതി ആ പ്രേയേഴ്സിനെ എടുത്തിട്ട് കൃഷ്ണനെ എടുത്ത് അതേ വേർഡ്സിനെ എടുത്ത് ബ്ലാസ്ഫേമിയസ് ആയിട്ടുള്ള വേർഡ്സിനെ നല്ലതാക്കി എടുത്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു വ്യക്തിക്ക് സാൻസ്ക്രിറ്റ് പൂർണ്ണമായിട്ടും അറിയണം, ഇത് മനസ്സിലാക്കണമെങ്കിൽ. ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് അറിയണം. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് വേറെ ആരുമില്ല, ഒരു മൂവിങ് ബ്രഹ്മനാണ്, അതായത് ചലിക്കുന്ന ബ്രഹ്മനാണ്. ദാരു ബ്രഹ്മനായിട്ട് ജഗന്നാഥൻ ഇരിക്കുന്നു, ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ചലിക്കുന്ന ബ്രഹ്മനാണ്. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡിവോട്ടീസിന്റെ അസോസിയേഷൻ വേണം. ഇതെല്ലാം കേട്ടതോടുകൂടി ഇതെല്ലാം കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പോയറ്റിന് തന്റെ തെറ്റ് മനസ്സിലായി. ഫസ്റ്റ് ആദവ് ശ്രദ്ധ തഥാ സാധുസംഘ വേണമെന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം പുള്ളിക്കാരൻ ഡിവോട്ടീസിന്റെ തന്റെ എഴുതിക്കൊണ്ടിരുന്ന പോയമെല്ലാം കളഞ്ഞതിന് ശേഷം ജഗന്നാഥ്പുരിയിൽ ഇരുന്ന് വൈഷ്ണവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ലൊരു വൈഷ്ണവനായി മാറി. നമുക്കറിയാം, നമുക്കും പ്രത്യേകിച്ച് എന്താ പറയണ, സോറി ഒഫൻസീവ് എടുക്കില്ലേ, പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പാടാനുള്ള ഒരു കഴിവുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാട്ട് രചിക്കാൻ കഴിവുള്ള ആൾക്കാർക്കും നമുക്കും ഒക്കെ ഭക്തിയിലെത്തുമ്പോൾ നമുക്ക് കൃഷ്ണനെ കുറിച്ച് ഒരു പോയം എഴുതണം, കൃഷ്ണനെ കുറിച്ച് പാടണം, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ വരും. അപ്പം ഇവിടെ മെൽബണിൽ തന്നെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എനിക്ക് നമ്മളെ ക്ലാസ്സിൽ ഭക്തി വിഷയത്തിൽ വരുമ്പം പുള്ളിക്കാരനെ ഭയങ്കര പാട്ട് ഇഷ്ടമായിരുന്നു. അപ്പം ഭക്തിയിൽ വന്നതോടുകൂടി പിന്നെ കൃഷ്ണനെ കുറിച്ച് പാടാൻ തുടങ്ങി, രാധയെ കുറിച്ച് പാടാൻ തുടങ്ങി. അപ്പം പുള്ളിക്കാരൻ എന്താ പറയണ CD ഇറക്കിയിട്ട് കൊണ്ടുവന്ന് എനിക്ക് തരുമായിരുന്നു. അപ്പം അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. കാരണം നമുക്ക് അവരുടെ അടുത്ത് പറയാ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമുള്ള സാധ്യമാണ്. അപ്പൊ ആ ഇഷ്ടമുള്ള കാര്യത്തിൽ അവർ ചെയ്യാമില്ലെന്ന് പറയുമ്പോൾ അവരുടെ നെഞ്ചിൽ വിഷമാവും. പക്ഷെ അതേസമയം അവർ ആ ലെവലിൽ എത്തിയിട്ടില്ല. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവർ എത്തിയിട്ടുമില്ല. അവർ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള വ്യക്തികൾക്ക് നമുക്ക് ഇപ്പം ഈ കഥയില് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ ഏത് ലെവലിൽ എത്തിയിട്ടാണ് കൃഷ്ണന്റെ കഥകൾ എഴുതേണ്ടത്, കൃഷ്ണന്റെ കുറിച്ച് പാട്ടുകൾ എഴുതേണ്ടത്, കൃഷ്ണന്റെ കുറിച്ച് രചനകൾ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് നമ്മൾ പരിശുദ്ധമായിട്ടുള്ള ഡിവോട്ടീസ് ആവണം. ആ ഡിവോട്ടീസ് ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഭക്തരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഭക്തരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും. 16 തവണ ചാൻഡ് ചെയ്യുക, ജപം സ്ട്രിക്റ്റ് ആക്കുക, ജപം പ്രോപ്പർലി ചെയ്യുക, 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക. ഇങ്ങനെ ആ രീതിയിൽ ഒരു എന്താ പറയാ ഭക്തരെ നല്ല വഴിക്ക് കൊണ്ടുപോയി ഒടുവില് ഹൃദയത്തിലുള്ള കൽമശങ്ങളെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം പരിശുദ്ധ ഭക്തരാക്കിയതിന് ശേഷമാണ് ചൈതന്യ മഹാപ്രഭു എന്റെ മെർസി നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ സമയത്താണ് നമുക്ക് കൃഷ്ണൻ ആരാണെന്നും രാധാറാണി ആരാണെന്നും നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്നതാണ് ഇസ്കോണിൽ തന്നെ
എന്തുകൊണ്ട് നമ്മൾ രാധാറാണിയുടെ പേര് പറയുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ട് നമ്മൾ ഹരേ എന്ന് മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ. അതേസമയം വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ രാധേ രാധേ എന്നാണ് എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ലെവലിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഭക്തിയിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഒരിക്കലും നമ്മുടെ മാസ്റ്ററിന്റെ പേര് ഉറക്കെ വിളിച്ചു പറയാറില്ല. അതേ മാസ്റ്ററിനെ വിളിച്ച് പറയുന്ന ഒരു സെർവന്റ് ഒരിക്കലും മാസ്റ്ററിനെ പേര് ചൊല്ലി വിളിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ രാധാറാണിയെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് കൃഷ്ണന്റെ എനർജി ആയിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. കൃഷ്ണന്റെ എനർജി ആയിട്ട് അഡ്രസ് ചെയ്യുന്നത് അതിനെയാണ് ഹരേ എന്ന് പറയുന്നത്. അപ്പൊ ഹരേ എന്നുള്ള പേരും രാധാറാണിയുടെ പേരും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ള ഒരു വിശ്വാസം വരണമെങ്കിൽ തന്നെ, അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാലും അത് മനസ്സിൽ വിശ്വാസം വരണമെങ്കിൽ നമ്മുടെ മനസ്സിലെ കൽമശങ്ങൾ മാറണം. ഈവൻ സുഖദേവ് ഗോസ്വാമി പോലും രാധാറാണിയുടെ പേര് പറഞ്ഞിട്ടില്ല, ആരാധിതോ എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പൊ അതിന് പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വൈഷ്ണവരുമായിട്ടുള്ള സംഘം വേണം. വൈഷ്ണവരുടെ സംഘത്തിൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പുസ്തകം വായിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പണ്ഡിതനാവാൻ പറ്റും. പക്ഷേ ഒരു ഭക്തനാവണമെങ്കിൽ ഭക്തന്മാരുടെ സംഘം തീർച്ചയായിട്ടും വേണം. അപ്പൊ അവിടെ ഇത് നമ്മൾ ചൈതന്യ മഹാപ്രഭു തന്നെ വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. ഇവിടെ പ്രദ്യുമ്ന മിശ്രയുടെ കാര്യത്തിലായാലും ബംഗാളി ബ്രാഹ്മണന്റെ നാടകം എഴുതിയതിന്റെ കാര്യത്തിലായാലും വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. ആദ്യമേ പ്രദ്യുമ്ന മിശ്ര തന്റെ മനസ്സിന്റെ അകത്തുള്ള ചിന്തകൾ കാരണം ഒരു വലിയൊരു വൈഷ്ണവനെ അയാള് ഈ പെണ്ണുങ്ങളെ തൊട്ട് സ്ത്രീലംബടനാണ് എന്നുള്ള രീതി പറ്റു. പക്ഷെ ചൈതന്യ മഹാപ്രഭു വീണ്ടും അയാളെ പറഞ്ഞ് ആരുടെ അടുത്താണോ അപരാധം ചെയ്തിരിക്കുന്നത് അയാളുടെ അടുത്ത് തന്നെ പോയി കൃഷ്ണകഥ കേൾക്കാൻ പറഞ്ഞു. അതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ കറക്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇതേപോലെ നമ്മളും വൈഷ്ണവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. വൈഷ്ണവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാവില്ല. അവരുടെ ചിന്തയിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്നുള്ള സാധാരണ വ്യക്തിക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. നേരത്തെ ഗദാധർ പണ്ഡിറ്റിന്റെ ഇനിഷ്യേഷന്റെ സമയത്ത് പുണ്ടരീക വിദ്യാനിധിയുടെ ലീലയിലും പറഞ്ഞിരുന്നു. പുണ്ടരീക വിദ്യാനിധി ഒരു ഭയങ്കര പണക്കാരനായതുകൊണ്ട് തന്നെ ഗദാധർ പണ്ഡിറ്റ് വിചാരിച്ചു ഇയാള് ഒരു ശ്രീലംബടനാണ്, ഇത്രയും ലക്ഷറിയിൽ നിൽക്കുന്നത് കണ്ടത്. പക്ഷെ എപ്പോഴാണോ ഗദാധർ പണ്ഡിറ്റിന്റെ ഫ്രണ്ടില് പുണ്ടരീക വിദ്യാനിധി ഭാഗവതത്തിന്റെ ഒരു വേഴ്സ് കേട്ടതോടുകൂടി എല്ലാം ആ കൃഷ്ണാബോധത്തിൽ ഭ്രാന്തനെ പോലെ പെരുമാറിയത്. അപ്പോഴാണ് മനസ്സിലായത് ഗദാധർ പണ്ഡിറ്റിന്, അയ്യോ പുള്ളിക്കാരൻ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള വൈഷ്ണവനാണല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ പുള്ളിക്കാരനെ അപരാധം ചെയ്തല്ലോ, ഇനി അതിനുള്ള പ്രതിവിധിയായിട്ട് ഞാൻ പുള്ളിക്കാരന്റെ തന്നെ ശിഷ്യനാവണം എന്ന് പറഞ്ഞ് പുണ്ടരീക വിദ്യാനിധിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ആരടുത്തെങ്കിലും ഒരു അപരാധം അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ ആ വൈഷ്ണവന്റെ അടുത്ത് തന്നെ നമ്മൾ ക്ഷമാപണം ചെയ്യണം. അല്ല കൃഷ്ണൻ അവിടെ നിസ്സഹായനാണ്. കാരണം കൃഷ്ണൻ ഒരിക്കലും ഒരു ഭക്തന്റെ അപരാധം ചെയ്യുന്ന ആളെ ഒരിക്കലും മേഴ്സി കൊടുക്കില്ല. അൺടിൽ ആൻഡ് അൺലെസ് ആ വ്യക്തി ആ ഭക്തന്റെ അടുത്ത് ക്ഷമ അയച്ച് ആ ഭക്തൻ ഇയാളെ ക്ഷമിച്ചാൽ മാത്രമേ കൃഷ്ണൻ തന്റെ മേഴ്സി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ വൈഷ്ണവ അപരാധം ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. 2, നമ്മൾ കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണനെ കുറിച്ചുള്ള എന്തെങ്കിലും കൃതികൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ ആ ലെവലിൽ എത്തണം. അതിനെ സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്ന ലെവലിൽ, അതായത് സ്വരൂപ് ദാമോദർ പറഞ്ഞ പോലെ ശ്രീമദ് ഭാഗവതം പഠിക്കണം ഫസ്റ്റ്. 2ാമത് രൂപഗോസ്വാമിയുടെ പദഛായയിലായിരിക്കണം നമ്മൾ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്ന് കവർ ചെയ്തത്. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ നിർത്തണം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി.